ഇന്ദ്ര നീ അഹങ്കാരിയാണ്, നീ എന്നെ കൊല്ലും, എനിക്ക് വിഷയമൊന്നുമല്ല, കാരണം ഞാൻ മരിച്ചാൽ ഞാൻ നാരായണനിലേക്ക്. ഇങ്ങനെ പറഞ്ഞൊരു അസുരനെ ആദ്യമായിട്ടാണ്. വൃത്രന്റെ സ്തുതി എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കർണനെ ഉയർത്തിപ്പറയുക, ദുര്യോധനെ ഉയർത്തിപ്പറയുക, അതാണല്ലോ ഫാഷൻ. കർണന്റെ കയ്യിലിരിപ്പ് എന്താണ്, ദുര്യോധന്റെ കയ്യിലിരിപ്പ് എന്താണ് എന്നൊക്കെ നല്ല ബോധ്യമുള്ള ആളാണ് ആ ടെക്സ്റ്റ് എഴുതിയ ആള്. വ്യാസം പറയാത്ത വ്യാഖ്യാനമൊന്നും ഇവിടെ ഏത് നോവൽ എഴുതിയിട്ട് എത്രാമത്തെ ഊഴം എഴുതിയാലും ആവില്ല. ഭാരതീയമായിട്ടുള്ള ഒരു ടെക്സ്റ്റും കൂട്ടിച്ചേർക്കാത്തതില്ലെന്ന്. എല്ലാം അതാത് കാലത്ത് തൽപരകക്ഷികൾ അവരവർക്ക് വേണ്ടത് കുത്തിക്കയറ്റിയിട്ടുണ്ട്. അപ്പം അങ്ങനെ കുത്തിക്കയറ്റിയ ഒരു സംഭവമാണ് രാമായണത്തിൽ ശംഭുകൻ എന്ന് പറയുന്ന ശൂദ്രനെ രാമൻ കൊന്നു എന്ന് പറഞ്ഞു. അത് പിൽക്കാലത്ത് കുത്തിക്കയറ്റിയത്. അത് ഒറിജിനൽ വാൽമീകി രാമായണത്തിന്റെ ഭാഗമല്ല. 12 വയസ്സ് പ്രായത്തിൽ എഴുതി തീർത്താണ്. 16 വയസ്സാകുമ്പോഴേക്കും ഇത് കഴിഞ്ഞത് കൊണ്ട് അദ്ദേഹം ശരീരം കളയാൻ തയ്യാറായിട്ടിരിക്കുകയായിരുന്നു. വ്യാസമഹർഷി വന്ന് വീണ്ടും 16 കൊല്ലം കൂടെ നീട്ടിക്കൊടുത്തു എന്നാണ് കാശിയിൽ വെച്ചിട്ട്. കാരണം 32 വയസ്സ് വരെ ഇരുന്നു ഇതിനെ പ്രചരിപ്പിക്കാം. അച്ഛൻ്റെ കഴുത്തിൽ പാമ്പ് വീണ ഇതിലെ വിഷമിച്ച് ശപിച്ച മകൻ എടുത്തിയാടിയിട്ട് അച്ഛൻ തന്നെ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ശപിച്ചത് ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അച്ഛൻ്റെ മടിയിലിരിക്കണം എന്ന് ആഗ്രഹിച്ച കുട്ടിയായിട്ടും പിന്നീട് അച്ഛൻ്റെ മടിയിൽ നിന്ന് എടുത്തെറിയപ്പെട്ടവനായിട്ടുള്ള കുട്ടി, പ്രപഞ്ചം മുഴുവൻ ഈശ്വരനെ കാണുന്ന കുട്ടിയായിട്ട്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 4ാമത്തെ കുട്ടി കൃഷ്ണൻകുട്ടിയാ പറയുന്നത്. സല്യൂട്ട്. ചെറുതേട്ടാ, നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യമായിട്ട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, ശരത്തേട്ടനും ഭാഗവതവും തമ്മിലുള്ളൊരു ബന്ധം എങ്ങനെയാണ് തുടങ്ങുന്നത്? എങ്ങനെയാണ് ഭാഗവതത്തിലൂടെ ഭഗവാന്റെ കഥകൾ പാടി നടക്കാൻ തുടങ്ങിയത്? അതിനെപ്പറ്റി ഒന്ന് പറയാമോ? അതൊരു പൂർവ്വജന്മ ബന്ധമാണെന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ മുമ്പുള്ള ഇൻ്റർവ്യൂകൾ കേട്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. ചില കാര്യങ്ങളൊക്കെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. കുറേ ഡാറ്റ എൻ്റെ അകത്ത് കിടപ്പുണ്ട്, എനിക്ക് തന്നെ അറിയാതെ. അപ്പോൾ ആ ഡാറ്റയിലെ ഒരു ഭാഗമാണ് ഭാഗവതം എന്നെ സംബന്ധിച്ചിടത്തോളം. LKG പഠിക്കുന്ന സമയത്തൊരു സംഭവമുണ്ട്. LKG പഠിക്കുമ്പോൾ നമ്മൾ ഈ സ്റ്റോറി ടെല്ലിംഗ് കോമ്പറ്റീഷൻ ഉണ്ടാവും. അപ്പോൾ ഈ സ്റ്റോറി ടെല്ലിംഗ് കോമ്പറ്റീഷന് എന്നെ ആദ്യം അച്ഛൻ പഠിപ്പിക്കണ കഥ പരീക്ഷത്തിനെ തക്ഷകൻ കൊത്തിയ കഥയാണ്. ഈ കഥ പറഞ്ഞിട്ട് സമ്മാനം മേടിച്ചിട്ടാണ് പഴയ പാലക്കാട് കൊപ്പം ലയൺ സ്കൂളിൽ പണ്ടൊരു ഷെഡ് ഉണ്ടായിരുന്നു. ഷെഡ് എന്ന് പറയുന്നത് ഈ ഉരുസലൊക്കെ ഉള്ള, നമ്മുടെ സ്ലാൻഡിങ് ഒക്കെ ഉള്ള നല്ല പൂഴിമണ്ണൊക്കെ ഉള്ളൊരു സ്ഥലം. അതൊക്കെ പിന്നെ കവർ ചെയ്തപ്പോൾ അവിടെ വലിയൊരു ബ്ലോക്കായി പോയി. ഗോൾഡൻ ജൂബിലി ബ്ലോക്കോ അങ്ങനെ എന്തോ ഒരു ബ്ലോക്കൊക്കെ വന്നു. പിന്നീട് എൻ്റെ മക്കളൊക്കെ പഠിക്കുമ്പോഴേക്കും അങ്ങനെ ആയി. ആ ഷെഡിൻ്റെ ഉള്ളിൽ ഒരു ഉച്ച കഴിഞ്ഞിട്ടുള്ളൊരു സമയത്ത് ഈ കഥ വളരെ എന്താ പറയുക ആവേശപൂർവ്വം പറഞ്ഞിട്ടാണ് ആ ഒരു 4 വയസ്സിൽ 3.5-4 വയസ്സിൽ എനിക്ക് ആദ്യത്തെ സമ്മാനം കിട്ടണം. അത് ഞാൻ ഭാഗവതം ഇവിടെ തൃശ്ശൂർ മുതുവറ ക്ഷേത്രത്തിൽ 12 ദിവസമായിട്ട് ഞാൻ കഥാകഥനായിട്ട് ചെയ്തിരുന്നു, സത്രം പോലെ. അപ്പോൾ അന്ന് അതിൻ്റെ അവസാന ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരിക്കലും ജീവിതത്തിൽ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല ആദ്യം ജീവിതത്തിൽ ഒരു പൊതുജന മധ്യത്തിൽ പറയണ കഥ ഈ തക്ഷകൻ പരീക്ഷത്തിനെ കൊത്തിയ കഥയാണ്. അപ്പോൾ പരീക്ഷത്തിൻ്റെ കഥ പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. പരീക്ഷത്തിൻ്റെ ആ കഥയിലാണല്ലോ ഭാഗവതത്തിൻ്റെ ജനനം വരുന്നത്. നമ്മൾക്ക് കിട്ടുന്നത് ഭാഗവതം അങ്ങനെയാണ്, ശുകമഹർഷി പറഞ്ഞു കൊടുത്തിട്ട്. അപ്പോൾ ഒരു ഐ ഹാവ് കം എ ഫുൾ സർക്കിൾ ഭാഗവതത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുണ്ടായി. അപ്പോൾ ആ പ്രായം തൊട്ടിട്ട് ഈ ജന്മത്തിൽ എന്തായാലും ഭാഗവതം കൂടെയുണ്ട്, അറിയാണ്ട്. നമ്മളതൊരു നോയിങ്ലി ഒന്നുമല്ല. അപ്പം ആ പ്രായത്തിൽ അതൊന്നും അതിൻ്റെ ഒരു ഗഹനത മനസ്സിലാക്കാനുള്ള കഴിവൊന്നും നമുക്ക് ഉണ്ടാവില്ല, ആലോചിച്ചറിയാലോ. പക്ഷേ അച്ഛനന്നിട്ട എഫർട്ട്, അത് പഠിപ്പിച്ച് അതിൽ ഓരോ പോസും അതിൽ എവിടെ നിർത്തണം, എവിടെ വെച്ചോ, ആ കഥ പറയണ രീതി നമുക്ക് അതിൽ ഒരു വരി എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. തക്ഷകൻ എന്ന് പറയുന്ന ഉഗ്രസർപ്പം എന്ന് ഞാൻ ആ ഉഗ്രസർപ്പമൊക്കെ ഞാൻ ഇങ്ങനെ ഭയങ്കര സ്ട്രെസ് കൊടുത്തിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൽ അവസാനം ഒരു പഴത്തിൻ്റെ ഉള്ളിൽ ഒരു പുഴുവായിട്ട് പുറത്തു വരുന്നതും പിന്നെ വളരണതും വളർന്ന് വലുതായിട്ട് പരീക്ഷത്തിൻ്റെ മസ്തകത്തിൽ അത് കൊത്തുന്നതും. അത് രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഗവതത്തിൽ തക്ഷകൻ്റെ വരവിന് മുന്നേ തന്നെ പരീക്ഷത്ത് സമാധിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു എന്നാണ്. ശരീരം വിട്ടതിന് ശേഷമാണ് കൊത്തി ഭസ്മാക്കുന്നത്. അപ്പോൾ ആ കഥ അതിൻ്റെ ഒരു ഭാഗവതത്തിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയണത് ഒരു 4 വയസ്സിൽ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തുടർച്ചയാണ് പിന്നീട് നടന്നത്. പിന്നെ എനിക്ക് തോന്നുന്നത് ഒരു 3-ോ 4-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് മാലി മാധവൻ നായരുടെ മാലി ഭാഗവതം കൈ കിട്ടി. മാലി കുട്ടികളെ മനസ്സിലാക്കിയൊരു എഴുത്തുകാരനായിരുന്നു കേരളത്തിൽ. അദ്ദേഹത്തിൻ്റെ തൂലികാനാമമായിരുന്നു മാലി.
മാധവൻ നായർ എന്നാണ് അദ്ദേഹത്തിന് ശരിക്കുള്ള പേര്. ഒരു മഹാത്മാവിനെയായിരുന്നു അദ്ദേഹം. ഭാഗവതവും ഭാരതവും രാമായണവും മറ്റ് അനവധി കഥകളും ഈ എന്താ പറയുക സമ്മാനപ്പെട്ടി പോലെയുള്ള പുസ്തകങ്ങളൊക്കെ ഉണ്ടാകാറ്. അപ്പം അതുമാതിരി അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള 2 കുട്ടി നോവലുകൾ, സർക്കസ്, അതുമാതിരി പോരാട്ടം, ഇതൊക്കെ പണ്ട് നോൺ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പഠിക്കാനുണ്ട്. പ്രസിദ്ധമായിട്ടുള്ള കർണശപഥം ആട്ടക്കഥ എഴുതിയ ആൾ അദ്ദേഹം. അതായത് ആധുനിക കാലത്ത് ഇത്രയും സക്സസ്ഫുൾ ആയിട്ടൊരു ആട്ടക്കഥ എഴുതിയ വേറൊരാളില്ല. ഗോപിയാശാനിൻ്റെ കർണനിൽ കൂടെ പ്രസിദ്ധമായിട്ടല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബമായിട്ട് എൻ്റെ അമ്മ വഴിക്ക് എനിക്കൊരു ഡിസ്റ്റൻറ്റ് റിലേഷനൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ ചൊറിച്ചു മല്ലി കഥകൾ എന്ന് പറയും, മറിച്ച് ചൊല്ലുക എന്നുള്ളതിനെ ചൊറിച്ചു മല്ലി, അങ്ങനെ കഥകൾ എഴുതും. നല്ല രസമായിരുന്നു അതൊക്കെ. അപ്പോൾ ഇതൊക്കെ കാണാപ്പാടം പഠിക്കലൊക്കെ ആയിരുന്നു പണ്ട് പരിപാടി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാലി ഭാഗവതം ഒരു കൺസൈസ് ബുക്കാണ്. ഇത്രയും 18,000 ശ്ലോകങ്ങളുള്ളൊരു കൃതിയാണ്. അദ്ദേഹം അങ്ങനെ ചുരുക്കിയിരിക്കണമെന്ന് മനസ്സിലാക്കാനുള്ള കഴിവൊന്നും വന്നില്ല. പക്ഷേ പിന്നത്തെ തെക്കേമ്പാടി പാറക്കുട്ടി നമ്മുടെ മഹാഭാരതവും മാതൃഭൂമി പബ്ലിഷ് ചെയ്തെന്ന് അതേമാതിരി ഈ ബാലി ഭാഗവതവും, ഇത് രണ്ടും എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിരുന്നു. ഞാൻ 3ൽ പഠിക്കുന്ന സമയത്താണ് തിരുപ്പതിയിൽ പോകണം ജീവിതത്തിൽ ആദ്യമായിട്ട്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഒരു വാട്ടർ ഷെഡ് ഇയർ ആയിരുന്നു. ഇന്നത്തെ മാതിരിയല്ല, വളരെ ബുദ്ധിമുട്ടാണ്. അന്ന് തിരുപ്പതിയുടെ എക്സ്പാൻഷനും ഈ മോഡേണൈസേഷൻ പ്ലാൻസൊക്കെ ഇംപ്ലിമെൻ്റ് ആവുന്നേ ഉള്ളൂ. PRK പ്രസാദ് സാർ അത് അന്ന് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. പിൽക്കാലത്ത് അതൊക്കെ ഞാൻ അറിയണത്. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, താഴത്തെ ബസ് സ്റ്റാൻഡിൽ അകത്ത് കയറാൻ പറ്റാത്തതുകൊണ്ട് ജനലിൻ്റെ അകത്ത് കൂടെ എന്നെ അനിയനെ അകത്തേക്ക് ഇട്ടത് സീറ്റ് പിടിക്കാൻ. അത്രയ്ക്കും കഷ്ടമായിരുന്നു. ഇന്ന് തിരുപ്പതി എന്ന് പറഞ്ഞാൽ എത്രയോ ബെറ്റർ അല്ലേ. അപ്പോൾ ഞാൻ ഈ ഒരു പർട്ടിക്കുലർ എന്താ പറയുക ഭാഗവതത്തിൻ്റെ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളൊക്കെ, പിന്നെ ഗുരുവായൂരപ്പനായിട്ട് ജന്മങ്ങളുടെ എന്തോ ഒരു ഇതുണ്ട്, അതൊരു സംശയമില്ല. ചോറ് കൊടുത്ത് തൊട്ടിട്ട് ഈ ജന്മത്തിലും അവിടെ നിന്ന് അന്നം കഴിച്ചത് ജീവിതത്തിൽ ആദ്യമായിട്ട്, പിന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉണ്ട്. പക്ഷേ എനിക്കൊരു സാധാരണ ഇപ്പം പലർക്കും ഉള്ളതുപോലെ എനിക്ക് ആ ചെറുപ്പകാലത്ത് അങ്ങനെ ആചാര്യന്മാരായിട്ടൊന്നും എനിക്ക് കണക്ഷൻ കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നില്ല. അപ്പം ആഞ്ഞം തിരുമേനി തന്നെ കണ്ട ഓർമ്മയൊന്നും എനിക്കില്ല. അല്ലെങ്കിൽ തോട്ടം വരെയൊക്കെ പിൽക്കാലത്ത് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. വൈശ്രവണം തിരുമേനി ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എൻ്റെ അച്ഛൻ്റെ സുഹൃത്തിൻ്റെ അച്ഛനായിരുന്നു. അപ്പം ഞാൻ അദ്ദേഹത്തിനെ അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടി എൻ്റെ ക്ലാസ്മേറ്റ് വരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ 1 or 2 തവണ ദൂരത്തുനിന്ന് കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് അവിടെയും വലിയ ഡയറക്റ്റ് ഇൻട്രാക്ഷൻസ് ഇല്ല. ചിന്മയാനന്ദസ്വാമിയൊക്കെയാണ്, പക്ഷെ അദ്ദേഹം പിന്നെ ഭാഗവതത്തിൻ്റെ വഴിയല്ലല്ലോ. അദ്ദേഹത്തിനെ ഞാൻ കണ്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ, അദ്ദേഹത്തിൻ്റെ മടി കയറി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഭാഗവതത്തിൻ്റെ ആ ലൈനിൽ ആചാര്യന്മാരുമായിട്ട് എനിക്ക് കാര്യമായിട്ട് ബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വായിച്ചും പിന്നെ ഈ പൂമ്പാറ്റയുടെ അമർചിത്ര കഥ, അപ്പോൾ ആനന്ദപ്പയുടെ എഡിറ്റോറിയലിൽ വന്നുകൊണ്ടിരുന്ന അമർചിത്ര കഥ എന്നെ ഒരു വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പക്ഷെ ഭാഗവതം ആസ് എ ഗ്രന്ഥം എനിക്ക് തോന്നുന്നത് എനിക്ക് പരിചയപ്പെടുത്തിയത് മാലിയാണ്. പിന്നെ ഐ ബീൻ റീഡിങ് കൺസിസ്റ്റൻ്റ്ലി. പിന്നെ ഒരുപക്ഷെ ആദ്യത്തെ ഈ ചെറിയ കവിതകളോ അല്ലെങ്കിൽ എനിക്ക് കഥകളി വലിയ ഭ്രമമായിരുന്നതുകൊണ്ട് ഞാൻ ഈ ചെറിയ ചെറിയ ആട്ടക്കഥകൾ ഒക്കെ എൻ്റെ രീതിയിൽ, അതൊരു ലക്ഷണമൊന്നും ഉണ്ടാവില്ല, എൻ്റെ രീതിയിൽ എഴുതുക. 8ലും 9ലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ അങ്ങനെ ഈ ധ്രുവചരിത്രം എഴുതി നോക്കിയിട്ടുണ്ട്. അത് പക്ഷെ മുഴുവനൊന്നും ആയില്ല. മുഴുവനായത് വേറൊരു ആട്ടക്കഥയൊക്കെയാണ്. അപ്പോഴത് എന്താ പറയുക, അങ്ങനെ ഭാഗവതത്തിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ട് പ്രയോഗിക്കുന്നത്. പിന്നെ അന്ന് എന്നെ ആകർഷിച്ച ഒരു കാര്യം, അതിപ്പോൾ ഞാൻ പല പ്രഭാഷണങ്ങളും പറയാറുണ്ട്, ഭാഗവതം കുട്ടികളുടെ കഥയാണ്. കുറേ കുട്ടികളുടെ കൂടെയാണ് ഈ കഥ വരുന്നത്. ആദ്യം ആ പരീക്ഷത്തിനെ ശപിച്ച കുട്ടി അച്ഛൻ്റെ കഴുത്തിൽ പാമ്പിനെ കണ്ടു, ചത്ത പാമ്പിനെ കണ്ടു, എടുത്തു ചാടി ശപിച്ചു. അച്ഛന് പോലും ഇല്ലാത്ത ദേഷ്യമാണ് കുട്ടി കാണിച്ചത്. അപ്പോൾ ഏറ്റവും ഇമ്മെച്യൂരിറ്റിയുടെ തലത്തിൽ മനുഷ്യൻ്റെ വളർച്ച തുടങ്ങണം. അതിന് ആ ഋഷികുമാരൻ, അദ്ദേഹം ഇല്ലെങ്കിൽ ഭാഗവതം ഇല്ല. പരീക്ഷത്തിന് ആ ശാപം കൊടുക്കണം അദ്ദേഹം. അത് കഴിഞ്ഞ് അച്ഛൻ്റെ മടിയിലിരിക്കാൻ ആഗ്രഹിച്ച കുട്ടിയുടെ കഥ വരുന്നു, ധ്രുവൻ്റെ കഥ വരുന്നു. അപ്പോഴും ഒരു സെൽഫിഷ് എന്ന് പറയാം അല്ലേ, ഒരു വ്യക്തിയുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട്, കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഭഗവാനെ കാണുക എന്ന് പറഞ്ഞ. മൂന്നാമത് വരുമ്പോൾ കുറച്ചുകൂടെ കയറി, എല്ലായിടത്തും ഈശ്വരനെ കാണാൻ അറിയുന്നൊരു കുട്ടി. പക്ഷെ ആ കുട്ടിക്ക് ജീവിതത്തിലെ ഈ ഇല്യൂഷൻസിനെ, മായയെ പേടിയാണ്. ആ തിരിച്ചറിവുണ്ട്. അതുകൊണ്ട് പൂർണ്ണനായിട്ടില്ല. ഭഗവാനെ സ്നേഹിക്കാൻ പഠിച്ചു, ഭഗവാനെ എല്ലായിടത്തും കാണാൻ പഠിച്ചു. പക്ഷെ ഭഗവാന്റെ മായയെ ജയിക്കാൻ പഠിക്കാത്ത കുട്ടി പ്രഹ്ലാദൻ.
ഭഗവാന്റെ മടിയിലിരുന്നപ്പോഴും പറയുന്നുണ്ട്, നരസിംഹത്തിൻ്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ടല്ലോ, അങ്ങയുടെ രൂപം എന്നെ പേടിപ്പെടുത്തുന്നില്ല. ഗുരുവായൂരപ്പ, എനിക്ക് പേടി വരുന്നത് അങ്ങയുടെ മായയാണെന്നാണ് പറഞ്ഞു. കാരണം ഐ എം നോട്ട് യെറ്റ് റെഡി ടു ഗോ ബിയോണ്ട് ഇറ്റ്. സമർപ്പണമുണ്ട്, പക്ഷെ സമർപ്പണം പൂർത്തിയായിട്ടില്ല. അവിടെ പ്രശ്നം വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ പല വ്യക്തികളുടെയും വിചാരം നമ്മൾ ഭഗവാനോട് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ എല്ലാം മാറുന്ന. അങ്ങനെയല്ല. നമ്മൾക്ക് അതിനോടുള്ള ഒട്ടലേ മാറുന്നുള്ളൂ. സർക്കംസ്റ്റാൻസസ് മാറുന്നില്ല. അത് നമ്മുടെ കർമ്മഫലമാണ്, നല്ലതും ചീത്തയും. അപ്പോൾ ഈ ശരണാഗതിയുടെ 3 ഘട്ടങ്ങളിലെ 2ാം ഘട്ടത്തിൽ വരുന്ന ആളുടെ പ്രഹ്ലാദൻ. പ്രഹ്ലാദനിൽ എത്തുമ്പോഴേക്കും പക്ഷെ ഒരു ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രഹ്ലാദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകർഷണ, അതായത് പ്രൈമോഡിയലായിട്ട് ഒറിജിനലി ഉള്ളൊരു ആഹ്ലാദമുണ്ട് നമ്മുടെ ഉള്ളിൽ. ഭക്തിയാണ്. അതായത് ഈശ്വരൻ തന്നെയാണ് താൻ എന്നുള്ള ആ തിരിച്ചറിവിൽ നിൽക്കണ, ബോധത്തിൽ നിൽക്കണ, അല്ലെങ്കിൽ ചേർന്ന് നിൽക്കണ അവസ്ഥയിൽ അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് അദ്ദേഹം. അതുകൊണ്ടാണ് കാട്ടുതീയിൽ എറിഞ്ഞപ്പോഴും, വിഷം കൊടുത്തപ്പോഴും, ആനയെ കൊണ്ട് ചവിട്ടിച്ചപ്പോഴും, അച്ഛൻ കണ്ണുരുട്ടി ചോദിക്കുമ്പോഴും ഒക്കെ സന്തോഷമാണ് അദ്ദേഹത്തിന്, സദാഹ്ലാദമാണ്. മാത്രമല്ല അത് അദ്ദേഹത്തിൻ്റെ ചില സംഭാഷണങ്ങൾ തന്നെ നമുക്ക് മനസ്സിലാവും. അച്ഛാന്ന് വിളിച്ചിട്ട് സംസാരിക്കുന്ന ആള് അവസാനം ഈ കാണായ സകല വസ്തുക്കളിലും ഉണ്ട്, നീ എന്തടിസ്ഥാനത്തിലാണ് പറയണത് എന്ന് ചോദിക്കുമ്പോൾ അച്ഛനെ വിളിക്കണത് അവിടെ അച്ഛാന്നല്ല വിളിക്കുക, രാജൻ എന്നാണ് പറയണത്, രാജാവേ എന്ന് പറഞ്ഞത്. അതായത് അധികാരത്തിലിരിക്കണ അഹങ്കാരി എന്ന് സ്വന്തം അച്ഛനെ നോക്കി വിളിക്കാൻ ധൈര്യം കാണിച്ച ആളാണ് അദ്ദേഹം. മടിയിലിരുന്നിട്ടാണ് പറയണത്. എന്നിട്ടപ്പോഴുള്ള തട്ടി താഴെ ഇടണം കുട്ടി. അപ്പം അത്രയും കുട്ടികളിൽ കൂടെ വന്നു. അച്ഛൻ്റെ കഴുത്തിൽ പാമ്പ് വീണതിലെ വിഷമിച്ച് ശപിച്ച മകൻ എടുത്തിയാടിയിട്ട് അച്ഛൻ തന്നെ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ശപിച്ചത് ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അച്ഛൻ്റെ മടിയിലിരിക്കണം എന്ന് ആഗ്രഹിച്ച കുട്ടിയായിട്ടും, പിന്നീട് അച്ഛൻ്റെ മടിയിൽ നിന്ന് എടുത്തെറിയപ്പെട്ടവനായിട്ടുള്ള കുട്ടി, പ്രപഞ്ചം മുഴുവൻ ഈശ്വരനെ കാണുന്ന കുട്ടിയായിട്ട്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 4ാമത്തെ കുട്ടി കൃഷ്ണൻകുട്ടിയാണ് പറയുക. ഭഗവാൻ തന്നെ സ്വയം കുട്ടിയായിട്ട് വരുന്ന ആ ബാലൻ വരുന്നോട് കൂടിയിട്ട് അത് പൂർത്തിയായി കഴിഞ്ഞ് 12ാമത്തെ സ്കന്ധം വരുമ്പോൾ അവസാനിക്കുമ്പോൾ മാർക്കണ്ഡേയൻ പ്രളയത്തിൻ്റെ ജലത്തിൽ ആല്യയിൽ കിടക്കണം ഭഗവാനെ കാണുമ്പോൾ ആ പ്രപഞ്ച ശിശുവിൽ പോയിട്ട് അത് അവസാനിക്കുകയും ചെയ്യും. അപ്പോൾ ഏറ്റവും അപക്വതയെന്ന്, ഏറ്റവും ഹൈറ്റിൽ, ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് ബിയോണ്ട് നിൽക്കുന്ന എല്ലാറ്റിൻ്റെയും സൈക്ലിക്കൽ സിസ്റ്റംസ് അല്ലേ. പാദത്തിൻ്റെ തള്ളവരലെടുത്ത് വായിൽ വെച്ച് കുടിക്കുന്ന കുട്ടിയാണല്ലോ. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യപത്രസ്യ ഉടേശയാനം ബാലം മുകുന്ദം മനസാസ്മരാമി എന്ന് പറഞ്ഞിട്ടല്ലേ ഗുരുവായൂരപ്പ. അപ്പോൾ അതങ്ങനെയാണ് അത് വരിക. അപ്പോൾ ഈ ഒരു സൈക്കിളാണ് ഭാഗവതത്തിൻ്റെ. ഭാഗവതം അധ്യാത്മവിദ്യയാണെന്ന് മനസ്സിലാവുന്നതൊക്കെ ഒരു ടീനേജ് കഴിയുമ്പോഴാണ്. കാരണം എൻ്റെ കയ്യിൽ ആദ്യം കിട്ടുന്ന ഒരു ആധ്യാത്മിക ഒരു വേദാന്ത ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ആചാര്യസ്വാമികളുടെ ആത്മബോധമാണ്. പിന്നെ ഞാൻ പഠിക്കുന്ന ഒരു 10 ശ്ലോകങ്ങൾ അദ്ദേഹം ശരീരം വിടുന്ന സമയത്ത് പത്മപാദൻ്റെ മടിയിൽ കിടന്ന് ജപിച്ചു എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ ദശശ്ലോകിയാണ്. അതിൻ്റെ എല്ലാറ്റിൻ്റെയും അവസാനം ഞാൻ പല പ്രഭാഷണങ്ങളും കോട്ട് ചെയ്യാറുണ്ട്. ഏകോപശിഷ്ട ശിവക്കേവലോകം, എല്ലാം നശിച്ചാലും അവശേഷിക്കുന്ന ശിവനാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് അവസാനിക്കുക. ആ ശിവൻ ഈ കൈലാസത്തിൽ ഇരിക്കുന്ന ആളെയല്ല പറഞ്ഞു, ബ്രഹ്മത്തെ പറഞ്ഞു, അവനവൻ്റെ ആത്മാവിനെ പറയണം. അങ്ങനെയാണ് ശരീരം വിട്ടുവന്ന. അപ്പോൾ ഇതിങ്ങനെ നിൽക്കുകയാണ്. ഭാഗവതം വന്നിട്ട് നമുക്ക് കാണിച്ചു തരണം ഈ പറഞ്ഞതിനെ കഥാരൂപത്തിൽ പറയണം ഇവിടെയാണ്. ബ്രഹ്മസൂത്രത്തിൻ്റെ 2ാമത്തെ സൂത്രം എടുത്തിട്ട് ആ ഒരൊറ്റ സൂത്രത്തിനെ, വെറും 2 വേർഡുള്ളൊരു സൂത്രത്തിനെ എടുത്തിട്ട് ഒരു 18,000 ശ്ലോകത്തിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണെന്ന് മനസ്സിലാവുന്ന അങ്ങനെയാണ്. അപ്പോൾ കാരണം ഈ ജന്മാദ്യസ്യതോ എന്നുള്ളതാണ് 2ാമത്തെ സൂത്രം ബ്രഹ്മസൂത്രത്തിൻ്റെ. ബ്രഹ്മസൂത്രം തുടങ്ങണമെന്ന് വെച്ചാൽ വേദാന്തത്തിൻ്റെ കോർ ടെക്സ്റ്റ് ആണല്ലോ. വ്യാസൻ എഴുതിയത്, ബാദരായണൻ എന്നുള്ള അദ്ദേഹം എഴുതിയത്. അതിൽ ബ്രഹ്മസൂത്രത്തിന് 10 ഉപനിഷത്തുകൾക്ക്, ഗീതയ്ക്ക്, ഇത് 3 ഭാഷ്യം എഴുതിയതാണ് പ്രസ്ഥാനത്രയം. ആചാര്യസ്വാമികളുടെ കോർ കോൺട്രിബ്യൂഷൻ 12 വയസ്സ് പ്രായത്തിൽ എഴുതി തീർത്താണ്. 16 വയസ്സാകുമ്പോഴേക്കും ഇത് കഴിഞ്ഞത് കൊണ്ട് അദ്ദേഹം ശരീരം കളയാൻ തയ്യാറായിട്ടിരിക്കുകയായിരുന്നു. വ്യാസമഹർഷി വന്ന് വീണ്ടും 16 കൊല്ലം കൂടെ നീട്ടിക്കൊടുത്തു എന്നാണ് കാശിയിൽ വെച്ചിട്ട്. അങ്ങനെ 32 വയസ്സ് വരെ ഇരുന്നത് ഇതിനെ പ്രചരിപ്പിക്കാൻ. അപ്പോൾ 9 വയസ്സിൻ്റെയും 12 വയസ്സിൻ്റെ ഇടയിലാണ് ഇദ്ദേഹത്തിൻ്റെ കോർ രചനകളൊക്കെ നടക്കുന്നത്. അങ്ങനെ എഴുതപ്പെട്ടിട്ടുള്ള ആ ചാറ് ഇരിക്കുന്നത്. അപ്പോൾ അതിലെ എന്താ പറയുക, കിരീടമാണ് ഈ ബ്രഹ്മസൂത്രം. ആ ബ്രഹ്മസൂത്രത്തിൻ്റെ ഫസ്റ്റത്തെ സൂത്രം വരുന്ന അഥാതോ ബ്രഹ്മജ്ഞാസ, അതായത് ഇനി ബ്രഹ്മത്തെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹം. അത്രയും പേർ നിർത്തുകയാണ്, അത് നോക്കാം. എന്നിട്ട് പിന്നെ അടുത്ത സൂത്രം പറഞ്ഞ ഉൽപ്പത്തി ഉണ്ടായിട്ടുള്ളതൊക്കെ, ജനിച്ചിട്ടുള്ളതൊക്കെ തൊട്ട് എന്ത് ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടുണ്ടോ അത് മുഴുവൻ മുതൽ എന്നും പറഞ്ഞിട്ട് നിർത്തിയിരിക്കുകയാണ്. അർദ്ധോക്തിയിലാണ് നിർത്തുക. ചിന്തിച്ചോളൂ. ആ ഒരൊറ്റ വരിണി ജന്മാദ്യസ്യതോ, അത് വെച്ചിട്ടാണ് ഭാഗവതം തുടങ്ങുന്നത്. ജന്മാദ്യസ്യതോ അന്യാദിതരതശ്ചാർത്തേഷു വിഘ്നസ്വരാട്
തേനേ ബ്രഹ്മഹൃദായ ആദികവ്യേ മുഹ്യന്തിയത് സൂര്യ തേജോവാരി മൃതാം യഥാ വിനിമയോ എത്ര ത്രിസർഗോ മൃഷ ധാംനാസ്വേന സദാ നിരസ്തകം സത്യം പരം ധീമഹി. സത്യം പരം ധീമഹി എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ പലപ്പോഴും ആവർത്തിച്ച് പറയാറുണ്ട്. ഭാഗവതം കൃഷ്ണൻ്റെ കഥയാണോ, ശിവൻ്റെ കഥയാണോ, ദേവിയുടെ കഥയാണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദേവൻ്റെ കഥയാണോ എന്നൊന്നും അവകാശവാദം പറയില്ല. നമ്മളാണത് കൃഷ്ണൻ്റെ കഥയാണ്, ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് ആക്കണത്. അതൊന്നും പറയണില്ല. കൃഷ്ണൻ പരം ധീമഹി എന്ന് പറയില്ല. കൃഷ്ണനെ ബുദ്ധിയിൽ ഉറപ്പിക്കാൻ പറഞ്ഞില്ല, ശിവനെ ബുദ്ധിയിൽ ഉറപ്പിക്കാൻ പറഞ്ഞിട്ടില്ല, ദേവിയെ ബുദ്ധിയിൽ ഉറപ്പിക്കാൻ പറ്റില്ല. സത്യത്തെ ബുദ്ധിയിൽ ഉറപ്പിക്കുക എന്ന് പറഞ്ഞു. വാട്ട് ഈസ് ട്രൂത്ത്, യു ഇംപ്ലാന്റ് ഇറ്റ് ഇൻ യുവർ ബ്രെയിൻ. അതാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സത്യം പരം ധീമഹി അങ്ങനെ തന്നെയാണ് അത് അവസാനിക്കുമ്പോൾ. അതിന് സാധാരണക്കാരന് ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗം പറഞ്ഞു കൊടുത്തിരിക്കുന്നു. ഈ എന്താ പറയുക, നാമത്തെ ഉച്ചരിക്കുന്നതിൽ വഴി നിനക്ക് രക്ഷപ്പെടാനുള്ള മാർഗം ഉണ്ടാവും. അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റും പറഞ്ഞു കൊടുത്തിട്ട് അവസാനിക്കുന്നത്. ഈ പോണ യാത്രയിടയിൽ മുഴുവൻ പറയുന്നത് അസല് വേദാന്ത വിദ്യയാണ്, ഒന്നാന്തര അദ്വൈത വിദ്യയാണ് പറഞ്ഞത്. അത് അനവധി കഥകളിൽ കൂടെ ഉപമയായിട്ട് പറഞ്ഞ് കൊണ്ടുപോയിരിക്കണം. അതുകൊണ്ടാണ് ശുഗൻ അവസാനം പറയുന്നുണ്ട്, പരീക്ഷത്തെ ഞാൻ ഇത്ര നേരം പറഞ്ഞത്. ബ്രഹ്മനിഷ്ഠൻ ആയിട്ടുള്ള മഹാത്മാവ് പറയുക, ഞാൻ ഇത്ര നേരം പറഞ്ഞത് എൻ്റെ കൽപ്പനകളാണ് എന്ന് നീ മനസ്സിലാക്കിക്കോളാം. അത് വളരെ ഉയർന്ന തലത്തിൽ പറ്റും. നമ്മൾ സാധാരണക്കാരോ അതൊക്കെ കഥയാണെന്ന് പറഞ്ഞ അർത്ഥത്തിലല്ലാതെ. കാരണം ഇപ്പം ഞാനാണെങ്കിലും മനീഷാണെങ്കിലും 50 കൊല്ലോ 100 കൊല്ലോ കഴിഞ്ഞാൽ നമ്മൾ കഥകളാണ്. നമ്മുടെ കഴിഞ്ഞു പോയ ദിവസങ്ങളും കഥകളാണ് നമുക്ക് പോലും. അപ്പം പിന്നെ ഇവർ യഥാർത്ഥത്തിൽ ഹിരണ്യകശിപു ഉണ്ടായിരുന്നില്ല, അതൊരു കഥയാണെന്ന് പറയാം. അവനുണ്ടായിരുന്നു, അവൻ കഥയായതാ. മഹാബലി ഉണ്ടായിരുന്നു, അവൻ കഥയായതാണ്. ആ അർത്ഥത്തിലാണ്. അത് അത്ര ഉയർന്ന തലത്തിൽ നിന്നിട്ടേ പറയാൻ പറ്റുള്ളൂ. PhD എടുത്തപ്പം പറയേണ്ട വിഷയമാണത്. പക്ഷെ ഇവിടെ LKG കയറാത്ത രാഷ്ട്രീയക്കാരൻ ഇരുന്നിട്ട് ചാനലിൽ ഇരുന്നിട്ട് അത് കഥയാണെന്ന് പറയുമ്പോൾ നമ്മുടെ എന്താ പറയുക, വലിയ എന്താ പറയുക, മതത്തിനെ രക്ഷിക്കുന്നു എന്ന് കരുതുന്ന വ്യക്തികൾക്ക് പോലും മര്യാദയ്ക്കൊരു മറുപടി കൊടുക്കാനുള്ള കെൽപ്പില്ല, ഫണ്ടമെന്റൽസ് ഇല്ല. കാരണം ഭാഗവതത്തിന് വെറും കഥയായിട്ട് പഠിപ്പിച്ചതിൻ്റെ കുഴപ്പമാണ്. ചിലരതിനെ കെട്ടുകഥയൊക്കെ പറയണം. അതെ, അതാണ് ഞാൻ പറയുന്നത്. അപ്പം എല്ലാം കെട്ടുക. ഇപ്പം നമ്മൾ പറയില്ലേ, ഇപ്പോൾ ഒരു മുത്തശ്ശൻ ഇരുന്നിട്ട് പഴയ വീരവാദം പറയുമ്പോൾ തള്ളുകയെന്ന് പറയും, ചുമ്മാ വെറുതെ ഇരുന്ന് അടിക്കുക എന്ന് പറയും. അയാൾ ജീവിച്ച കഥയത്. ഇപ്പം എന്താ പറയുക, ബിഗ് ഫിഷ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട് ടിം ബർട്ടൻ്റെ. അച്ഛൻ തള്ളുകയാണ്, ഫുൾ ടൈം തള്ളല. മകൻ അച്ഛൻ്റെ തള്ളു കേട്ടിട്ട് താങ്ങില്ല, അച്ഛൻ മരിക്കും. അച്ഛൻ മരിക്കണ ദിവസമാണ് അച്ഛൻ തള്ളിയ കഥകളുടെ സകല ആൾക്കാരും അച്ഛൻ്റെ ബോഡി കാണാൻ വരും. ഇവിടെ മലയാളത്തിൽ അത് അടിച്ചു മാറ്റിയിട്ടൊരു സിനിമ വന്നിരുന്നു. അത് 2 പടം വന്നിട്ടുണ്ട്. സാക്ഷാൽ ടിം ബർട്ടൻ്റെ പടം, ഗംഭീര പടം അത്. അപ്പം അതുപോലെ ഒരു എന്താ പറയുക, ഈ 12ാമത്തെ സ്കന്ധം അവസാനിക്കുമ്പോൾ ശുഗമഹർഷി പറഞ്ഞ ഒരു ശ്ലോകം എടുത്തിട്ട് ഇവിടെ പല ആൾക്കാരും എടുത്ത് കളിക്കാറുണ്ട്. അതിനൊക്കെ അതിൻ്റെയൊക്കെ ഒരു ഇത് കിട്ടണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെടും, കുറച്ച് പുണ്യവും വേണം, കുറച്ച് ജന്മം ജനിക്കണം. അപ്പോൾ പറയാളിപ്പോൾ ഇന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ നോളജൊക്കെ എല്ലാവർക്കും ആക്സസിബിൾ ആയതുകൊണ്ട് പറ്റിയ ഒരു കുഴപ്പമാണ്. അപ്പോൾ ഈ അധികാരം എന്ന് പറയും, അധികാരി എന്ന് പറയും. ഒരു അറിവ് കിട്ടാൻ അധികാരി. അത് ജാതിയല്ല വിഷയം, വർണ്ണമല്ല വിഷയം, നിറമല്ല വിഷയം, സാമ്പത്തിക ശ്രേണിയല്ല വിഷയം, സ്ത്രീയാണോ പുരുഷനോ ആണെന്നുള്ളതല്ല വിഷയം. ആത്മാവിൻ്റെ ഒരു അധികാരമുണ്ട്. ആത്മാവിൻ്റെ ഒരു അധികാരത്തിൽ വെൻ യു ആർ റൈപ്പ്, അതായത് 10ാം ക്ലാസ് കഴിഞ്ഞാലല്ലേ 11ലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ 10ാം ക്ലാസ്സാണ് അതിൻ്റെ അധികാരം. 10ാം ക്ലാസ് പാസ്സായാൽ 11th കയറാം. 5ാം ക്ലാസ് നേരെ 11th വരാൻ പറ്റില്ല. 5ൽ അധികാരമല്ല എന്ന് പറയണത് വരി ഇതിലും അധികാരത്തിൻ്റെ ശ്രേണിയുണ്ട്. ഭാഗവതത്തിന് അങ്ങനത്തെ ചിട്ടയായിട്ടുള്ളൊരു കണക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ ഡിഗ്രിയൊക്കെ ആയപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഒരു അന്വേഷണത്വരകൾ നമ്മൾ കുറച്ചുകൂടി ഇൻഡിപെൻഡൻ്റ് ആയല്ലോ. യാത്ര ചെയ്യാനൊക്കെ തുടങ്ങുമ്പോൾ കൂടുതൽ അന്വേഷിച്ചൊക്കെ നടക്കാൻ തുടങ്ങിയ കാലത്താണ് എനിക്ക് പണ്ഡിറ്റ് പി ഗോപാലൻ നായരുടെ വോളിയങ്ങൾ, ഇത്ര വോളിയം 8 വോളിയത്തിലുള്ള ഭാഗവതം കിട്ടണത്. അത് അന്ന് ഗുരുവായൂർ ദേവസ്വം പബ്ലിഷ് ചെയ്തതല്ല എനിക്ക് കിട്ടിയത്, പൊടിഞ്ഞു തുടങ്ങിയിട്ടുള്ള ഒരു പഴയ കോപ്പിയാണ് കിട്ടിയത്. പിന്നെ മൂലം KP നാരായണ പിഷാരടി മാഷൊക്കെ സംശോധനം ചെയ്തിട്ടുള്ള ദേവസ്വത്തിൻ്റെ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ഭാഗവതത്തിൻ്റെ മൂലത്തിലേക്ക്, എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. ഭാഗവതം വളരെ കട്ടിയായിട്ടുള്ള ഭാഷയുള്ള ഒരു കൃതിയാണ്. അതുകൊണ്ട് ചില ഭാഗങ്ങളൊന്നും നമുക്ക് ഒന്നും മനസ്സിലാവില്ല. അപ്പം ഞാനാണെങ്കിൽ സംസ്കൃതം സെൽഫ് സ്റ്റഡി ചെയ്തതാണ്. ഞാൻ സ്കൂളിൽ ഞാൻ സംസ്കൃതം പഠിച്ചിട്ടില്ല. ഭയങ്കര പണിയാണ്. അപ്പോൾ അത് എനിക്ക് പണ്ഡിറ്റ് ഗോപാലൻ നായരുടെ ഭാഷ്യം, എനിക്ക് അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം എന്നെ വളരെ, അദ്ദേഹമാണ് എൻ്റെ ശരിക്കും പറഞ്ഞാൽ ഞാൻ കാണാത്ത എൻ്റെ ഗുരുനാഥൻ എന്ന് പറയുന്ന. ഭാഗവതത്തിൽ എൻ്റെ ആദ്യ ഗുരുനാഥൻ പണ്ഡിറ്റ് പി ഗോപാലൻ നായരായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ
മറ്റ് ഞാൻ മെല്ലെ മെല്ലെ ഈ സംസ്കൃതം കുറച്ച് വായിക്കാൻ, അതായത് ദേവനാഗരിയിൽ വായിക്കാൻ തുടങ്ങുമ്പോൾ ഗീതാ പ്രസിൻ്റെ പുസ്തകങ്ങൾ എഴുതി വരുത്തുക. അന്ന് ഇന്നത്തെ വരെ ആമസോണിലൊന്നും ഓർഡർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ പോസ്റ്റ് കാർഡൊക്കെ എഴുതിയിട്ട് അത് വരുമ്പോൾ 3 മാസം 4 മാസമാവും. അങ്ങനെ വരുത്തിയിട്ടൊക്കെയാണ് ഞാൻ വായിച്ചു തുടങ്ങിയത്. എനിക്കങ്ങനെ ഗൈഡ് ചെയ്യാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ എനിക്ക് ചില സംഭവങ്ങളൊക്കെ കാണുമ്പോൾ തോന്നാൻ തുടങ്ങി, കൂടുതൽ വേറെയും വായിക്കുമ്പോൾ തോന്നാൻ തുടങ്ങി, ഇത് തന്നെയായിരിക്കുമോ ഭാഗവതത്തിൻ്റെ ഒറിജിനൽ ഫോം? ഈ ദശമസ്കന്ധത്തിൽ പറഞ്ഞ് ഇത്രയും ലീലകൾ മാത്രമേ കൃഷ്ണൻ ചെയ്തിട്ടുണ്ടാവുമോ? അത്രേ ഉണ്ടാവുള്ളൂ. അത് ഇത് മാത്രമായിരിക്കും, ഹൈലൈറ്റ്സ് ആയിരിക്കും അത്. ചോദ്യങ്ങൾ 126 വർഷം ജീവിച്ചു എന്ന് പറയുന്ന ഒരാളുടെ ലൈഫിൽ ഇത്രയൊന്നും പോരാ. ശരിയാണ്. ഇതിലും കൂടുതലൊക്കെ പുള്ളി ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ കുറേ ഒബ്ലീവിയനിൽ പോയിണ്ടാവും. അങ്ങനെ ഒബ്ലീവിയനിൽ പോയിട്ടുണ്ടെങ്കിൽ ഹൂ സെലക്റ്റഡ് ദീസ് എപ്പിസോഡ്സ്? ആരാണ് ഇതൊക്കെ മാത്രം പറഞ്ഞാൽ മതി എന്ന് സെലക്ട് ചെയ്ത് വെച്ചത്? അതിന് ഈ ക്രമത്തിൽ ആരടുക്കി തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ മാത്രമല്ല, ഭഗവാന്റെ നമ്മൾ പോപ്പുലർലി അറിയുന്ന വയസ്സാണോ ശരിക്കുള്ള വയസ്സ്? കാരണം എനിക്കൊരിക്കലും രാധയുടെ പുറകെ നടക്കുന്ന ഒരു കൃഷ്ണനെ എനിക്ക് കുട്ടിക്കാലത്തെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ ഭാഗവതത്തിൽ രാധയെ കണ്ടിട്ടില്ല. ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു, രാധ ഒരു ലിറ്റററി ക്യാരക്ടറാണ്. രാധ ജയദേവൻ കൊണ്ടുവന്നാണ് 12-ാം നൂറ്റാണ്ടിൽ. അതിനു മുമ്പ് രാധ, ഞാൻ ഈവൻ ചില പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഭഗവാൻ രാധയെ കണ്ടിട്ടുണ്ടോ സംശയമാണെന്ന്. ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണത്. രാധ വാസ്തവത്തിൽ അതിശക്തമായിട്ടൊരു താന്ത്രിക ബിംബ. ദേവതയാണോ ചോദിച്ചാൽ ദേവതയാണ്. പക്ഷെ അങ്ങനെ ഒരാൾ ഇവിടെ താഴിക്കോടം തലയിൽ വെച്ച് നടന്നിരുന്നോ എന്ന് ചോദിച്ചാൽ ചിന്തിക്കേണ്ടതുണ്ട്. കൃഷ്ണൻ്റെ അകത്തുള്ളൊരു ചൈതന്യത്തിനെ സ്ത്രീഭാവത്തിൽ, പ്രകൃതിയെ, നമ്മൾ പുരുഷൻ്റെ ഉള്ളിലുള്ള പ്രകൃതിയെ, പ്രപഞ്ചത്തിലെ പ്രകൃതി ശക്തിയെ ഗൗഡീയ വൈഷ്ണവത്തിൽ വിളിക്കുന്ന പേരാ ശരിക്കും രാധ. അതിനെ നമ്മൾ വെറും ഒരു ഇടയ സ്ത്രീയായിട്ട്, അല്ലെങ്കിൽ വെറും ഒരു കാമുകിയായിട്ട്, ഒരു അസൂയക്കാരിയും, അല്ലെങ്കിൽ ഭഗവാനെ ഭരിക്കുന്ന നമ്മൾ ഗീതാഗോവിന്ദം വായിച്ചു കഴിഞ്ഞാൽ അമ്മ അങ്ങനെയാണ് നമുക്ക് കിട്ടുക. ശരിക്കും പരാശക്തിയാണ്. ആ പരാശക്തിയെ നമ്മൾ ബിലിറ്റിൽ ചെയ്യണം, താഴ്ത്തി കൊണ്ടുവന്ന ഒരവസ്ഥയാണ് അതിൻ്റെ അകത്ത്. അപ്പം ഞാൻ രാധയുടെ പ്രസൻസ് എപ്പോഴും അന്വേഷിക്കരുത്. എനിക്ക് ഭയങ്കര ആദരവും ഒരുപാട് ഞാൻ പഠിക്കാനും ശ്രമിച്ചിട്ടുള്ളൊരു കഥാപാത്രമാണ്. ഇന്ന് ഞാൻ രാധയെക്കുറിച്ചൊരു പ്രഭാഷണം ചെയ്തിട്ടില്ല. ഞാൻ ഈ അടുത്ത കാലത്ത് ഞാൻ ബർസാന പോയത്. ഇത്രയും യാത്ര ചെയ്തിട്ടും ഞാൻ ബർസാനയിൽ പോയത് എനിക്ക് പോകാൻ സമയമായി എന്ന് തോന്നിയിട്ട് ഞാൻ പോയതാ. ഈ റീസെൻറ്റ് ടൈംസ്, ലൈക്ക് നോട്ട് ഈവൺ ലൈക്ക് 6 months ബാക്ക്, അതിൻ്റെ മിഡില എനിക്ക് ഉണ്ടായ അനുഭവങ്ങൾ അവിടെ നിന്ന് ഉണ്ടായത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ എനിക്ക് അവിടെ നിന്ന് ഉണ്ടായത്. അത്രയും രാത്രി നേരത്തെ ഞാൻ അവിടെ ചെല്ലണം. കുന്നിൻ്റെ മുകളിൽ അമ്മയുടെ ക്ഷേത്രത്തിൽ ഞാൻ പോണത്. അമ്മ ജനിച്ച സ്ഥലമാണ്. അവിടെ നിന്ന് അമ്മയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നാണ് ഇങ്ങോട്ടേക്ക്, വൃന്ദാവനത്തിലേക്ക്. അപ്പോൾ ഈ കഥകളുടെ ഒക്കെ അകത്തിരിക്കുന്ന ആളെ കണ്ടെത്തുക എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഭാഗവതത്തിൽ രാധ എന്നൊരു പേരേ കാണില്ല. ഒറ്റയ്ക്കിരുന്ന് വിഷമിക്കുന്ന ഒരു ഗോപികയെ കാണുന്നുള്ളൂ. ഒറ്റയ്ക്കിരിക്കുന്ന ഒരു ഗോപികയുടെ കൂടെ ഭഗവാൻ രാസക്രീഡയുടെ സമയത്ത് അവൾക്ക് മാത്രം കാണാറാവുകയും അപ്പോൾ അവൾ അഹങ്കരിക്കുകയും അപ്പോൾ വീണ്ടും കാണാണ്ടായി പോവുകയും ചെയ്യുന്നത് കാണുന്നുണ്ട്. അതാണ് രാധ എന്ന് നമ്മൾ ഇന്ന് പറയണു. ഉദ്ധവൻ കാണുന്നുണ്ട് ഒരു ഗോപിക ഇങ്ങനെ ഒറ്റയാണ് ഭ്രമരഗീതം വണ്ടിനോട് സംസാരിക്കുന്നത്. അങ്ങനെ ഒഴിച്ചാൽ രാധ എന്നൊരു പേരവിടെ കാണുന്നില്ല. വേദത്തിൽ ആ വാക്കുണ്ട്, ബ്രഹ്മാനന്ദത്തിനെ കുറിക്കണ വാക്കാത്. അർത്ഥം എവിടെ പോയി അല്ലേ? രാധ, രാധിക, ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള താന്ത്രികമായിട്ടുള്ള അർത്ഥമുണ്ട്. പഞ്ചരാത്രം വായിക്കാൻ തുടങ്ങണ ആ കാലത്താണ്. അപ്പോൾ പഞ്ചരാത്രം വായിക്കണമെങ്കിൽ എനിക്ക് ഭാഗവതം കൂടുതൽ മനസ്സിലാവാൻ തുടങ്ങി. പഞ്ചരാത്രത്തിൽ നോക്കുമ്പോഴാണ് ശിവനും പാർവതിയും തമ്മിൽ സംസാരിക്കണ ഒരു ദിവസം. ശ്രീ പാർവതി ചോദിക്കുകയാണ്, ഞാൻ അങ്ങയെ സ്നേഹിച്ചു, തപസ് ചെയ്തു, അങ്ങയുടെ സ്നേഹം എനിക്ക് കിട്ടി, നമ്മൾ ഭാര്യാഭർത്താക്കന്മാരായിരുന്നു, നമ്മൾ ഒരിക്കലും വേർപിരിയരുത് എന്ന് പറയുമ്പോൾ ഭഗവാന്റെ കണ്ണ് നിറയും. അപ്പോൾ എന്താ അങ്ങ് കരയണമെന്ന് ചോദിക്കും. ഒന്നുമില്ല എന്ന് പറയും. അപ്പോൾ പെട്ടെന്ന് പാർവതിക്ക് മനസ്സിലാവും, പണ്ടൊരിക്കൽ പിരിഞ്ഞ വേദന ഭഗവാനുണ്ട്, സതിയായിരുന്നപ്പോൾ. അപ്പോൾ പറയും, എനിക്കത് ഓർമ്മയില്ല, അങ്ങേക്കത് ഓർമ്മയുണ്ട്, അങ്ങ് അനുഭവിച്ച വേദന എനിക്കറിയണം പറയും. അപ്പോൾ പറയും, വേണ്ട അത് വരാണ്ടിരിക്കുകയെന്നല്ല, അത് സഹിക്കാൻ പറ്റില്ല എന്ന് ഭഗവാൻ പറയും. അല്ലല്ല, എനിക്കത് അറിയണം പറയും. അങ്ങനെ ദേവിയുടെ നിർബന്ധം കൊണ്ട് ദേവി കൃഷ്ണനായിട്ടും ഭഗവാൻ രാധയായിട്ടും ജനിച്ചു പോവാണ് പഞ്ചരാത്രം പറയണം. രാധയുടെ മന്ത്രങ്ങളുടെ ബീജങ്ങൾ മുഴുവൻ ശൈവവും കാളിയുടെയും ബീജങ്ങളാണ്. അത് പലരും സമ്മതിക്കില്ല, പക്ഷെ മന്ത്രം അതാണ്. അതില്ലാണ്ട് ദേവി ആവാഹിക്കാൻ പറ്റില്ല. രാധികാ സഹസ്രനാമം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മുഴുവൻ മനസ്സിലാവും. അവിടെയാണ് ജയദേവൻ കൊണ്ടുവന്ന
ലിറ്റററി ഒരു കഥാപാത്രത്തിലേക്ക് നമ്മൾ എത്രമാത്രം ചുരുക്കി കളഞ്ഞു ആ ദേവതയെന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മൾ രാധാറാണി എന്ന് വിളി, പരാശക്തി അത്. നമ്മൾ ഏതൊരു ദേവതയാണോ നമ്മൾ ലളിതാ സഹസ്രനാമത്തിൽ ജഗതാദിവി അൽപ്രസവം എന്നൊക്കെ പറയുന്നില്ല, ജഗത്തിനെയും ആകാശത്തിനെയും പ്രസവിച്ചവളെന്ന് പറഞ്ഞാൽ ആ ദേവിയാണത്. രാധ ശരിക്ക് താന്ത്രികമായിട്ട് പരാശക്തിയാണ്. ആ സമ്പ്രദായത്തിൽ ഗൗഡീയ വൈഷ്ണവത്തിൽ കാഴ്ചപ്പാടിൽ അത് പരാശക്തി തന്നെയാണ്. അപ്പോൾ ആ ദേവത പക്ഷെ ഇതിൽ കാണുന്നില്ല. അപ്പോൾ ഞാൻ കൂടുതൽ അന്വേഷിക്കണം ഇതെന്തുകൊണ്ട്. നമ്മുടെ അന്ന് ഇതൊന്നും എവിടെ അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടല്ല, ഭഗവാനായിട്ട് അതാത് കാലത്ത് ഓരോന്ന് കൊണ്ടു തന്ന്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ശരിക്കും ഇത് 1,00,000 ശ്ലോകങ്ങളായിരുന്നു. അതിനെ എഡിറ്റ് ഔട്ട് ചെയ്താണ്. ഭാഗവതം തന്നെ 1,00,000 ശ്ലോകമായിരുന്നു. അത് എഡിറ്റ് ഔട്ട് ചെയ്ത് അതിനെ അങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് കണ്ടൻസ് ചെയ്ത് കൊണ്ടുവന്നു. ആര് കണ്ടൻസ് ചെയ്തു? വ്യാസൻ തന്നെയാണ് കണ്ടൻസ് ചെയ്തതെന്ന് പാരമ്പര്യം പറയണം. പക്ഷേ നമുക്കൊരു തൃപ്തി പോരാ. വ്യാസമഹർഷി ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ശേഷവും അതിൽ കൂട്ടിച്ചേർക്കലോ കുറവൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ. ഭാരതീയമായിട്ടുള്ള ഒരു ടെക്സ്റ്റും കൂട്ടിച്ചേർക്കാത്തതില്ലെന്ന്. എല്ലാം അതാത് കാലത്ത് തൽപരകക്ഷികൾ അവരവർക്ക് വേണ്ടത് കുത്തിക്കയറ്റിയിട്ടുണ്ട്. അപ്പം അങ്ങനെ കുത്തിക്കയറ്റിയ ഒരു സംഭവമാണ് രാമായണത്തിൽ ശംഭുകൻ എന്ന് പറയുന്ന ശൂദ്രനെ രാമൻ കൊന്നു എന്ന് പറയുന്നു. അത് പിൽക്കാലത്ത് കുത്തിക്കയറ്റിയത്. അത് ഒറിജിനൽ വാൽമീകി രാമായണത്തിൻ്റെ ഭാഗമല്ല. അതേപോലെ തന്നെ അല്ലെങ്കിൽ ഉത്തരരാമചരിതത്തിലോ ഒക്കെ ഒരുപാട് പ്രക്ഷിപ്തങ്ങൾ അങ്ങനെ കയറിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ വേറെയും പല ഘടോൽക്കജൻ മരിച്ചപ്പോൾ ശ്രീകൃഷ്ണൻ ചിരിച്ചു, അവൻ ചാവണ്ടവനാണ്, ആ ബ്രാഹ്മണർക്ക് വിരുദ്ധമായിട്ടുള്ളവനാണ് അവൻ എന്ന് പറഞ്ഞു എന്നുള്ളത് പ്രക്ഷിപ്തം എഴുതി കയറ്റിയിട്ടുള്ളതാണ്. അതിനൊക്കെ കൃത്യമായിട്ടുള്ള കണക്കുകൾ ഇന്ന് ഇൻഡോളജിക്കലി അത് സ്റ്റഡീസിൽ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ കേൾക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. ഈ ഉറങ്ങണ ആൾക്കാരെ ഉണർത്താൻ, ഉറക്കം നടിക്കണവരെ നമുക്ക് ഉണർത്താൻ പറ്റില്ല. അവരാണ് ഇപ്പോൾ മനുസ്മൃതിയുടെ കാര്യം പറഞ്ഞാലും ഇതിൻ്റെ കാര്യം പറഞ്ഞാലും ഒക്കെ കുത്തിത്തിരിപ്പ് പറയുക, കർണനെ ഉയർത്തി പറയുക, ദുര്യോധനെ ഉയർത്തി പറയുക. അതാണല്ലോ ഫാഷൻ. കർണൻ്റെ കയ്യിലിരിപ്പ് എന്താണ്, ദുര്യോധൻ്റെ കയ്യിലിരിപ്പ് എന്താണ് എന്നൊക്കെ നല്ല ബോധ്യമുള്ള ആളാണ് ആ ടെക്സ്റ്റ് എഴുതിയ ആൾ. വ്യാസം പറയാത്ത വ്യാഖ്യാനമൊന്നും ഇവിടെ ഏത് നോവൽ എഴുതിയിട്ട് എത്രാമത്തെ ഊഴം എഴുതിയാലും ആവില്ല. യുധിഷ്ഠിരൻ്റെ കയ്യിലിരിപ്പ് എന്തായിരുന്നു, ഭീമൻ്റെ കയ്യിലിരിപ്പ് എന്തായിരുന്നു, ഏറ്റവും കൂടുതൽ സഫർ ചെയ്തിട്ടുള്ളത് അർജുനായിരുന്നു. ഇതൊക്കെ നമുക്ക് ഭാരതം ശരിക്കും വായിച്ചാൽ മനസ്സിലാവും. ഇത് പക്ഷേ അർജുനനെ വില്ലൻ സ്ഥാനത്ത് നിർത്തുക, അല്ലെങ്കിൽ എന്താ പറയുക മറ്റ് സഹോദരങ്ങൾ വില്ലൻ സ്ഥാനത്ത് നിർത്തിയിട്ട് ഭീമനെ പ്രൊമോട്ട് ചെയ്യുക, ഇങ്ങനത്തെ പല പരിപാടികളാണല്ലോ നമ്മുടെ. മഹാഭാരതം ഒറിജിനൽ വായിക്കാത്തവരാണ് നോവൽ വായിച്ചിട്ട് ഇതാണ് അതാണെന്ന് നിശ്ചയിക്കുന്നത്. ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഭാഗവതത്തിൻ്റെ അകത്തും അവിടെയൊക്കെ നമുക്ക് കാണാം. പക്ഷെ ഇതിൽ രസം എന്താ വെച്ചാൽ അസുരനെ പോലും, അസുരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു കോമൺ ഡയലോഗിൽ ഹീ സംബഡി ടു ബി ഡിസ്പൈസ്ഡ്, അല്ലേ, വെറുക്കപ്പെടേണ്ട ഒരാൾ, അല്ലെങ്കിൽ ഒരു മോശം കഥാപാത്രം എന്നുള്ള അർത്ഥത്തിലാണ്. സുരാപാനം ചെയ്യാൻ അവകാശമില്ലാത്തവെന്നാണ് ശരിക്കും അസുരൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അവന് യാഗത്തിൽ സോമലതയുടെ പിടിച്ചു പിടിച്ചിട്ടുള്ള നീര് കുടിക്കാൻ അവകാശമില്ല, അതുകൊണ്ടാണ് അവൻ അസുരനാവുന്നത്. ആ വാക്കിൻ്റെ അർത്ഥതാ, അല്ലാണ്ട് അവൻ ദുഷ്ടൻ എന്നുള്ള അർത്ഥത്തിലല്ല വരുന്നത്. അപ്പോൾ ഈ ത്വഷ്ടാവ് ഹോമാഗ്നിയിൽ നിന്ന് തൻ്റെ ആദ്യത്തെ മകൻ വിശ്വരൂപൻ്റെ കഴുത്ത് ഇന്ദ്രൻ വെട്ടിയപ്പോൾ പ്രതികാരത്തിന് വേണ്ടി പിറവി കൊള്ളിപ്പിച്ച മകനാണ് വൃത്രൻ. ഈ വൃത്രാസുരൻ വേദം തൊട്ടുള്ളൊരു ദേവനാണ്. ഭാഗവതത്തിൽ വൃത്രാസുരൻ ഇന്ദ്രനായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ പറയാണ്, ഇന്ദ്ര നീ അഹങ്കാരിയാണ്, നീ എന്നെ കൊല്ലും, എനിക്ക് വിഷയമൊന്നുമല്ല, കാരണം ഞാൻ മരിച്ചാൽ ഞാൻ നാരായണനിലേക്ക്. ഇങ്ങനെ പറഞ്ഞൊരു അസുരനെ ആദ്യമായിട്ടാണ്. വൃത്രന്റെ സ്തുതി എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്, വളരെയധികം അത്ഭുതപ്പെടുത്തി. അഹംഹര എന്ന് പറഞ്ഞ ആ സ്തുതി ഒരു അസുരന്റെ സ്തുതിയാണോ? 2 മഹാസുരന്മാരാണ് ശരിക്കും ഏറ്റവും വലിയ ഭക്തന്മാർ തോന്നും, മഹാബലിയും ഇദ്ദേഹവും. പിന്നെ 9 ഭക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. നവതാഭക്തി, ശ്രവണം, കീർത്തനം, വിഷ്ണുസ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ഫ്രണ്ട്ഷിപ്പ്, ആത്മനിവേദനം. ഇതിൽ ഓരോന്നിനും എക്സാമ്പിൾസ് ആയിട്ടുള്ള ആൾക്കാർ. ഇപ്പോൾ ദാസ്യത്തിന് ഹനുമാൻ സ്വാമി, സഖ്യത്തിന് കുചേലനും അർജുനും ശ്രീതാമാവും, അതേപോലെ എന്താ പറയുക ശ്രവണത്തിന് പ്രഹ്ലാദനെ വേണമെങ്കിൽ പറയാം. അമ്മയുടെ ഗർഭത്തിലിരുന്ന് കേട്ടിട്ടാണ് പഠിച്ചത്. രുക്മിണി ഭഗവാനെ കേട്ടിട്ടേ ഉള്ളൂ, പക്ഷെ കിട്ടിയപ്പോഴാണ് കണ്ടത്. അത് മഹാഭാഗ്യല്ലേ. വെറുതെ കേട്ട് മാത്രം ശീലമുള്ള ഒരാളെ നമുക്ക് സ്വന്തമായിട്ട് കിട്ടുമ്പോഴാണ് നമ്മളയാളെ ആദ്യമായിട്ട് കാണാം. തേരിലേക്ക് വലിച്ചു കയറ്റുമ്പോഴാണ് തമ്മിൽ കാണുന്നത്. ഞാനെപ്പോഴും പറയും, അന്ന് വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും വീഡിയോ കോളൊന്നും ഇല്ലല്ലോ, കൈ പിടിച്ച് കയറ്റുമ്പോഴാണ് ആളെ കാണുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ അർച്ചന എന്നുള്ളത് കൊണ്ട് പൃഥു മഹാരാജാവാണ് അർച്ചനാഭക്തിയുടെ ദേവൻ. കീർത്തനം കൊണ്ടും നാരദാദികളൊക്കെ ഉണ്ട്, ഒരുപാട് പേരുണ്ട്. പക്ഷെ ഈ ആത്മനിവേദനം പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നുണ്ടല്ലോ, അവനവനെ നേദിക്കുക, അവനവന് ഇട്ടുകൊടുക്കുന്ന എടുത്തോ തന്നെ. ഇതൊരൊറ്റ ആളേ ഉള്ളൂ, മഹാബലി മാത്രമാണ്.